ഹലോ നമസ്കാരം. കേരളത്തിൻ്റെ അതേ വെതറുള്ള ഒരു ഓസ്ട്രേലിയയിലെ സിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്, അവിടുത്തെ യൂണിവേഴ്സിറ്റി. കേരളത്തിൻ്റെ അതേ വെതർ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, കേരളത്തിനേക്കാളും ബെറ്ററായിട്ട് വെതറുള്ള കുറച്ച് മാസങ്ങളും ഉണ്ട്. എന്നാൽ കേരളത്തിലെ അതേ ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഓസ്ട്രേലിയയിലെ ഒരേ ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, അതേപോലത്തെ കുറച്ച് സ്ഥലമുണ്ട്. എന്നാലും ഈ ഒരു പറയാൻ പോകുന്ന സിറ്റിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻസി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ടെറിട്ടറി സ്റ്റേറ്റ് ഇതാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പെർമനൻറ്റ് റെസിഡൻസി ചുരുങ്ങിയ പോയിന്റുകളിൽ നേടാൻ സാധിക്കും. ഈ സ്ഥലം ഏതാണെന്ന് ചോദിക്കണ്ടേ? ഡാർവിൻ, ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയാണ് ഇവിടുത്തെ ഏക യൂണിവേഴ്സിറ്റി. ഡാർവിൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും മേളിലുള്ള നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന ടെറിട്ടറിയുടെ ക്യാപിറ്റലാണ് ഡാർവിൻ. ഡാർവിനിലെ കാഷറീന എന്ന് പറയുന്ന ക്യാമ്പസിലാണ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ്. ഇത് കൂടാണ്ട് സിറ്റിയിലും അവർ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് കൂടുതൽ ബിസിനസ് IT പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ മെയിൻ സിറ്റി ക്യാമ്പസും നമ്മുടെ കാഷറീന ക്യാമ്പസും തമ്മിൽ 15 മിനിറ്റിൻ്റെ ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. പിന്നെ ഈ കാഷറീന ക്യാമ്പസിൽ നിന്ന് 10 മിനിറ്റ്സ് ദൂരത്തിൽ ഡാർവിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു നഗരത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ ഉള്ള മനുഷ്യർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം അവിടെ പഠിക്കാൻ വന്ന മലയാളി സ്റ്റുഡൻസ് 30-ൽ താഴെയുള്ളൂ. അധികം പേർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കൂടുതലും ഓസ്ട്രേലിയയുടെ ആ ഒരു ഫുൾ എസൻസും അത്രയും വൈറ്റ് പീപ്പിൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ അവിടെ അത്രയും ഒരു ഡെവലപ്മെൻ്റ് ഇല്ല, കുറച്ച് ഒരു സിറ്റിയുടെ എസൻസ് മിസ്സിങ് ആണ് എന്നുള്ള തോന്നൽ കൊണ്ടും അവിടെ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ടും പരിചയക്കാരോ ഫ്രണ്ട്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും പല മലയാളികളും പോകാൻ മടിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഹൊലാവള്ളി വരുമ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഏറ്റവും നല്ല ഒരു പെർമനൻറ്റ് റെസിഡൻസി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ് നമ്മുടെ ഡാർവിനിൽ പഠിക്കുക അല്ലെങ്കിൽ ടസ്മാനിയ പഠിക്കുക എന്നൊക്കെ, റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ. അപ്പോൾ ഡാർവിൻ അൺലൈക്ക് ഫ്രം മെനി അതർ സിറ്റീസ് ഇൻ ഓസ്ട്രേലിയ വെയർ കോൾഡ് വെതർ ഭയങ്കര പ്രിവലൻ്റ് ആയിട്ട് ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങൾ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡാർവിൻ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ കേരള പോലത്തെ ട്രോപ്പിക്കൽ വെതർ, ബീച്ചസ്, ലഷ് ഗ്രീൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ഡാർവിൻ്റെ ഹൈലൈറ്റ്സ് ആണ്. ഈ മലയാളികളുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞതുപോലെ അതർ കമ്മ്യൂണിറ്റീസും അവിടെയുണ്ട്. മൾട്ടി കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നതിൽ മൾട്ടി കൾച്ചറൽ ഹാർമണിക്കും ഡാർവിൻ പേര് കേട്ടതാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഫീലിംഗ് ഏറ്റവും കുറവുള്ള ഒരു സ്ഥലമാണ് ഡാർവിൻ. അപ്പോൾ അവിടെ വളരെ വെൽക്കമിങ് ആണ്, ക്ലോസ് നെറ്റ് സർക്കിളാണ്. അപ്പോൾ അവിടെ ഉള്ള മലയാളികൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഡാർവിൻ മലയാളി അസോസിയേഷൻ എല്ലാ മേജർ ഫെസ്റ്റിവൽസും അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഓണം ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ 30 മലയാളി സ്റ്റുഡൻസേ ഉള്ളൂ, അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ ഒരുപാട് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം ജീസസ് യൂത്ത് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നടക്കുന്നൊരു അസോസിയേഷനാണ്. നമ്മളുടെ പ്രീവിയസ് സ്റ്റുഡൻറ്റ് 30% സ്കോളർഷിപ്പോടെ ഡാർവിനിൽ പോയിട്ട് ആൻഡ് ഹീ ഈസ് ലീഡിങ് എ വെരി ഗുഡ് ലൈഫ്. ഈ PR ഇൻവിറ്റേഷൻ കിട്ടി, ജീസസ് യൂത്തിൽ ആക്റ്റീവാണ്. അപ്പോൾ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് ഒരു നല്ല നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ജീസസ് യൂത്ത് എന്ന് പറഞ്ഞ്. പിന്നെ അവർ ക്രിസ്ത്യൻസിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുമെന്നല്ല പറഞ്ഞ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതലും ഇതൊരു റിലീജിയസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ആണ് കൂടുതൽ ഇതിന് ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല സെറ്റ് ഓഫ് കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും അക്കൗണ്ടിങ് റിലേറ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ITയോ അക്കൗണ്ടിങ്ങോ ഒക്കെ നിങ്ങളൊരു ആവറേജ് പെർഫോമറാണ്, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് സേഫായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം, PRൻ്റെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 189, 190 ഇൻവിറ്റേഷൻസ് ഒക്കെ കിട്ടാൻ, 190 ഇൻവിറ്റേഷൻ എസ്പെഷ്യലി സ്റ്റേറ്റ് നോമിനേഷൻ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലമാണ് നോർത്തേൺ ടെറിട്ടറി. പഠിച്ച ഫീൽഡിൽ ജോലി ലാൻഡ് ചെയ്തില്ലേ പോലും, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷനിൽ ജോലി ചെയ്താൽ പോലും നിങ്ങൾക്ക് 190 നോമിനേഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഡാർവിൻ. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇനി വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ആ പഠിച്ച മേഖലയിൽ തന്നെ ജോലി എടുത്താലേ 190 ഇൻവിറ്റേഷൻ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിയമങ്ങൾ മാറി വരാം. എന്നിരുന്നാലും ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, IT പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ITയിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും ഇല്ല ഡാർവിനിൽ, അത് ആദ്യം മനസ്സിലാക്കുക. കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ അങ്ങനത്തെ പല പല സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കുന്ന ഒരാൾക്കും അനലിസ്റ്റിൻ്റെ കുറേ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ ACSൽ സ്കിൽ അസസ്മെൻറ്റ് പോസിറ്റീവാക്കി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഇൻവിറ്റേഷനൊക്കെ എലിജിബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി
നമ്മൾ എക്സാക്ട്ലി പറഞ്ഞ ഒക്യുപ്പേഷനിലാവണമെന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ ഇവിടെ വന്ന് IT പഠിക്കുന്നു എന്ന് വെച്ചു. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഡാർവിനിൽ വന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് നമ്മൾ ചെയ്തു എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വഴി. എന്നിട്ട് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രൂഫ് കാണിച്ചാലും 190 ഇൻവിറ്റേഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത്രയും നാളും കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷം കിട്ടിയേക്കാം. ബട്ട് അത്രയും ഈസിയാണ്, ബിക്കോസ് ദേ നീഡ് പീപ്പിൾ. അപ്പം 65 പോയിൻറ്റ്സ് ആണ് മിനിമം പോയിൻറ്റ്സ് ടു ഗെറ്റ് PR എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പോയിൻറ്റ് കാൽക്കുലേറ്റർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ 189, 190, 491 ഇൻവിറ്റേഷൻ ഒക്കെ വേണ്ട മിനിമം പോയിൻറ്റ്സ് 65 പോയിൻറ്റ്സ് ആണ് നമുക്ക്. ആ 65ൽ തന്നെ നമ്മുടെ ഡാർവിനിൽ ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇപ്പം ഞാൻ പഠിക്കാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് CDUവിലും ടസ്മാനിയയിലും ആൻഡ് ഡീക്കിൻ യൂണിവേഴ്സിറ്റിയിലുമാണ് ഞാൻ ഓഫർ എടുത്തത്. ഞാൻ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയായിട്ടാണ് മുന്നോട്ട് പോയത്. ചാൾസ് ഡാർവിനിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെലവൻ്റ് അല്ല എന്ന് പറഞ്ഞ് എനിക്ക് തന്നില്ല. ആക്ച്വലി ഞാൻ അപ്ലിക്കേഷൻ ഇട്ടത് ഈ 3 എണ്ണത്തിനായിരുന്നു. അപ്പം എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർമനൻറ്റ് റെസിഡൻസിയെ പറ്റി ഞാൻ നന്നായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാൻ വരുമ്പോൾ കരിയർ ഫോക്കസ് ഉണ്ട് എന്നിരുന്നാലും എനിക്ക് PR കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ യൂണിവേഴ്സിറ്റി ഈവൻ റാങ്കിങ്ങിൽ തീരെ മോശമല്ല, 500 താഴെ റാങ്കിങ് ഉണ്ട്, വേൾഡ് റാങ്കിങ്. അപ്പോൾ അങ്ങനെ വന്നു. ടസ്മാനിയ ഒരു ഐലൻഡാണ് എന്ന് പറഞ്ഞ വീട്ടുകാരെന്നെ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ മെൽബണിൽ പഠിക്കാൻ വരുന്നത്. ഫാമിലിയാണ് ഡിസൈഡ് ചെയ്തത് എനിക്ക് വേണ്ടി മെൽബൺ ചൂസ് ചെയ്താൽ മതി. ഞാൻ മെൽബണിൽ ഡീക്കിൻ തന്ന സ്കോളർഷിപ്പ് നല്ലതായിരുന്നുകൊണ്ട് ഞാൻ എടുത്തതാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ പെർമനൻറ്റ് റെസിഡൻസിയിലേക്കുള്ള ജേർണിയിൽ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിരുന്നു. ദൈവമേ എനിക്ക് കിട്ടുമോ, ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോയിട്ടാണല്ലോ എനിക്ക് PR കിട്ടും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞ് എൻ്റെ ഫീൽഡിൽ ജോലിക്ക് ലാൻഡ് ചെയ്തു. ഇംഗ്ലീഷിന് ഏറ്റവും ഹയസ്റ്റ് സ്കോർ എടുക്കാൻ ശ്രമിച്ചു. നാറ്റി എടുത്തു. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത്, നമുക്ക് ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കണം. നമ്മളൊരു ഏജൻസിക്കോ ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനോ റെസ്പോൺസിബിലിറ്റി കൊടുത്തതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സോൾവ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഈ 30% സ്കോളർഷിപ്പ് ഗ്ലോബൽ മെറിറ്റ് സ്കോളർഷിപ്പാണ് ചാൾസ് ഡാർവിൻ്റെ. 38,000 ഓസ്ട്രേലിയൻ ഡോളറാണ് ഒരു വർഷത്തെ ഫീസ്. അപ്പോൾ ഒരു സെമസ്റ്ററിലെ ഫീസ് അതിൻ്റെ പകുതി 19,000 ഓസ്ട്രേലിയൻ ഡോളർ. ഇനി അതിന് 30% സ്കോളർഷിപ്പ് കഴിഞ്ഞാൽ 70% ഓഫ് 19,000 ഇസ് 13,300 ഓസ്ട്രേലിയൻ ഡോളർ. അപ്പോൾ ആഫ്റ്റർ സ്കോളർഷിപ്പ് ഒരു സെമസ്റ്ററിലെ ഫീസ് അതാണ് വരുന്നത്. അതിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് ഇന്നത്തെ റേറ്റിൽ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8,96,000 ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത്. ഏകദേശം 9 ലക്ഷം രൂപ ഒരു സെമസ്റ്റർ ഫീസ് മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 9, 18, 36 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിച്ചു തീരാൻ പറ്റും. ഇത് അടുത്ത അഡ്വാൻറ്റേജ്. പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയയുടെ ഒരു ഹൈഫൈ സെറ്റപ്പൊക്കെ നോക്കി വരുന്നവർക്ക് അത് മിസ്സിങ് ആയിരിക്കും. ഇവിടെ ഒരു കൂൾ ചിൽ ബാക്ക്ഡ് ട്രോപ്പിക്കൽ വെതർ, നല്ല ചൂടുള്ള വെതറാണ്. അപ്പോൾ ആ ഒരു ഓസ്ട്രേലിയയുടെ ഒരു കോൾഡ് ക്ലൈമറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങനെ വരരുത്. നാട്ടിലെ വെതർ എക്സ്പെക്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ ഡാർവിൻ ഇസ് ദ റൈറ്റ് പ്ലേസ്. ഇവിടെ വന്ന് പഠിച്ച് നിങ്ങൾക്ക് സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് ഒരു ജോലി 1 ഇയർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 190 ഇൻവിറ്റേഷൻ കിട്ടി. നിങ്ങൾ അവിടെ ഒരു 2 കൊല്ലം കൂടെ സ്പെൻഡ് ചെയ്ത് ഒരു മൊത്തത്തിൽ ഒരു 4 കൊല്ലം 5 കൊല്ലം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർവിനിൽ നിന്ന് മൂവ് ചെയ്യാം ടു എനി പാർട്ട് ഓഫ് ഓസ്ട്രേലിയ. ഡാർവിനിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം, 10 മിനിറ്റിൽ നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് ട്രാവൽ ചെയ്യാം. എല്ലാ ഫെസിലിറ്റീസും, വലിയ ട്രാഫിക് ഇല്ല, വലിയ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ശാന്തമായ ജീവിതം നയിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡാർവിൻ ഇസ് എ റൈറ്റ് പ്ലേസ്. ഇനി അതല്ല, ഓസ്ട്രേലിയയിലെ എല്ലാ ബ്യൂട്ടിയും എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡാർവിൻ ഒരു ചവിട്ടുപടിയായിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. ഡാർവിനിൽ വന്ന് പഠിച്ച് മൾട്ടി കൾച്ചറലിസവും ഈ കേരള വെതറും കേരള ഫുഡും ഒക്കെ എൻജോയ് ചെയ്ത് ആ ഒരു ട്രാൻസിഷനിലേക്ക് കയറി ഒരു OC മേറ്റായിട്ട് വളരാനുള്ളൊരു സമയമുണ്ട്. ആൻഡ് ദെൻ secure your PR very easily and then move to any other part of Australia which you like. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസും ഫാമിലീസും ഉണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി. ഇനി ഇതിനെപ്പറ്റി ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള പ്രസക്തി, നവംബർ ഇൻടേക്ക് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. നവംബർ ഇൻടേക്കിൽ ഒരുപാട് പ്രോഗ്രാംസുമുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ്? അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് അക്കൗണ്ടിങ്, ബിസിനസ്, digital enterprise, social work, engineering, master of engineering, bachelor of engineering, bachelor of science, bachelor of environmental science, bachelor of sports and exercise science, bachelor of health science, computer science, information technology,
ബാച്ചുലർ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ പബ്ലിക് പോളിസി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ പ്രാക്ടീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ പ്രാക്ടീസ്, ടീച്ചിങ്, എഞ്ചിനീയറിംഗ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഡേറ്റ സയൻസ്, മാസ്റ്റർ ഓഫ് IT, സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഈ സ്പെഷ്യലൈസേഷൻസ് എല്ലാം ഉണ്ട്. അപ്പം ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ബിസിനസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, പബ്ലിക് പോളിസി ഓർ ഡേറ്റ സയൻസ്, ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി ഹാസ് ഗോട്ട് സ്പെസിഫിക് പ്രോഗ്രാംസ് ടു അച്ചീവ് യുവർ ഗോൾസ്. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രെങ്ത് പറയാനാണെങ്കിൽ അവിടുത്തെ മിനിസ്റ്റർ ഫോർ മൾട്ടിക്കൾച്ചറൽ അഫയേഴ്സ്, നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന ടെറിട്ടറിയുടെ മൾട്ടിക്കൾച്ചറൽ അഫയേഴ്സ് മിനിസ്റ്റർ, സ്പോർട്സിൻ്റെയും യൂത്തിൻ്റെയും ഒക്കെ മിനിസ്റ്ററാണ് മലയാളിയായിട്ടുള്ള ജിൻസൺ ചാൾസ്. ഈസ് മെമ്പർ ഓഫ് കൺട്രി ലിബറൽ പാർട്ടി, മിനിസ്റ്റർ ഓഫ് ഡിസബിലിറ്റി, ഇങ്ങനെ കുറേ വലിയൊരു പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മലയാളി മിനിസ്റ്ററാണ് ജിൻസൺ ചാൾസ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇൻ്റർവ്യൂസൊക്കെ നേരത്തെ ഇലക്റ്റഡ് ആയപ്പോഴും ഒക്കെ നമ്മൾ ന്യൂസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സോ ഇത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മലയാളി നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ പലരും അവിടെ ആൾക്കാരെ പരിചയമില്ല എന്ന് കരുതി ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാത്ത പേരൻസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മലയാളികൾക്ക് അവിടെയുള്ള ഹോൾഡ് വലുതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മലയാളിക്ക് അവിടെ മിനിസ്റ്റർ ആവുക, അല്ലേ, വോട്ട് കിട്ടണം. അപ്പോൾ ആ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ഡാർവിനിലുള്ളത്. പിന്നെ അവിടുത്തെ വെതറിനെ പറ്റി പറയുമ്പോൾ ഈ ട്രോപ്പിക്കൽ വെതറാണ്. 2 വെതറാണ് മെയിനായിട്ടുള്ളത്, വെറ്റ് സീസണും ഡ്രൈ സീസണും. അപ്പോൾ വെറ്റ് സീസൺ നമ്മുടെ നാട്ടിലെ ആ മൺസൂൺ വെതർ പോലത്തെ ഹെവി റെയിൻഫോൾ ഉണ്ട്. ഡ്രൈ സീസണിൽ നല്ല വെതറാണ്. അപ്പോൾ ആ ഒരു ഡ്രൈ സീസണിലാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. മൾട്ടി കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ കൂടുതലും ഈ ഡ്രൈ സീസണിലാണ്. അപ്പോൾ ഈ ഡ്രൈ സീസണും വെറ്റ് സീസണും നമുക്കത് ഗ്രാഫ് വൈസ് ഒന്ന് നോക്കാം. റെയിൻഫോൾ വെച്ചിട്ടാണ് നമ്മളത് പറയുക. ഏറ്റവും പീക്കായിട്ട് മഴ ലഭിക്കുന്ന സമയം ജനുവരിയാണ്. ജനുവരിയിൽ നിന്ന് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലേക്ക് റെയിൻഫോളിൻ്റെ മില്ലിമീറ്റേഴ്സ് കുറഞ്ഞു വരും നമുക്ക് കാണാം. മെയ് മുതൽ ഡ്രൈ സീസൺ സ്റ്റാർട്ട് ചെയ്യും. മെയ്യിൽ 22.6 മില്ലിമീറ്റർ റെയിനേ ഉള്ളൂ. ജൂണിൽ വളരെ കുറഞ്ഞ് 2.1, ജൂലൈയിലാണ് ഏറ്റവും കുറവ് 0.3, ഓഗസ്റ്റിൽ 0.5, സെപ്റ്റംബറിൽ 19.4. അങ്ങനെ നമുക്കൊരു ഏകദേശം ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ ഒരു ചൂട് നമ്മൾ തോന്നി തുടങ്ങുന്ന സമയം. അപ്പോൾ ശരിക്കും ഏറ്റവും ബെസ്റ്റ് വെതർ മെയ് തൊട്ട് സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ഡാർവിനിൽ. അപ്പോൾ ആരെങ്കിലും നവംബർ ഇൻടേക്കിലേക്ക് ഡാർവിനിലേക്കോ ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലേക്കോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഹോല വേൾഡിനെ സമീപിക്കുക. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. വി ആർ ഓൾസോ ഇൻ ഡിസ്കഷൻ വിത്ത് CDU ടു ബിക്കം ആൻ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി. ആൻഡ് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോർ CDU സ്റ്റുഡൻസ്, നോട്ട് ഓൺലി ഫോർ CDU ബട്ട് ഫോർ എവറി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി. ഞങ്ങൾ ഓസ്ട്രേലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. ഫ്ലാഷ് ചെയ്യുന്നുണ്ട് നമ്പേഴ്സ്. മാത്രമല്ല എൻക്വയറി ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഫോമുണ്ട്. സ്റ്റുഡൻറ്റ് എൻക്വയറി ഫോം ഗൂഗിൾ ഫോമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം. അല്ലാതെ ജനറിക് ഫോം ഉണ്ട്. ചിലപ്പോൾ ഗൂഗിൾ ഫോം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിലെ എൻക്വയറി ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. ഞങ്ങളുടെ ടീം നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട സർവീസസ് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റേജ് മുതൽ വിസ കിട്ടി നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണും വരേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.